ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഇതാണ് ലാപ്ടോപ്പ്. HP യുടെ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് അല്ല, ഏതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പും അല്ലെങ്കിൽ ഏതൊരു ലാപ്ടോപ്പിനും വെബ് ക്യാമറ എന്നൊരു സാധനമുണ്ട്. വെബ് ക്യാമറ നിങ്ങൾക്കെല്ലാം അറിയാം. ഈ വെബ് ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ റെഡ്മിയുടെ ഫോണിൻ്റെ ക്ലാരിറ്റി പോലെ, അല്ലെങ്കിൽ പണ്ടത്തെ മൈക്രോമാക്സിൻ്റെ ക്ലാരിറ്റി പോലെ, അതുപോലത്തെ നല്ല കിടുക്കൻ ക്വാളിറ്റി വീഡിയോയാണ് ഈ ലാപ്ടോപ്പിൻ്റെ. എത്ര വില കൂടിയ 1,00,000 രൂപയുടെ ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും ഈ ഒരു ക്വാളിറ്റിയിലെ നിങ്ങൾക്ക് വെബ് ക്യാമിൻ്റെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. വെബ് ക്യാം യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, PC യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റോ സ്ട്രീമിങ്ങോ, നിങ്ങൾ സ്ട്രീമർ ആണെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്ത് ഫേസ് ക്യാം വെച്ച് സ്ട്രീം ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റിങ്ങിന് അല്ലെങ്കിൽ ക്ലാസ്സിന് വീഡിയോ ഓൺ ആക്കണമല്ലോ ക്ലാസ്സിന്, ഇതിനൊക്കെ നിങ്ങൾക്ക് വെബ് ക്യാമറ മസ്റ്റാണ്. എന്നാൽ നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോഴാണ് നിങ്ങൾ വെബ് ക്യാമറ, എക്സ്റ്റേണൽ വെബ് ക്യാമറയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോജിടെക്കിൻ്റെ ബഡ്ജറ്റ്, അതായത് ബഡ്ജറ്റ് തരാവുന്ന പെർഫോമൻസ് എല്ലാം തന്നെയുള്ള ഒരു വെബ് ക്യാമറയാണ്. ഇതിൻ്റെ മോഡൽ നെയിം എന്ന് പറയുന്നത് C270 HD വെബ് ആണ്. 720p 30 FPS വരെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്, മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. സോ ഈ ഒരു ബഡ്ജറ്റ് ഞാൻ പറഞ്ഞേക്കാം, 2,500 രൂപയ്ക്ക് താഴെ, 2,400 2,300 ആ റേഞ്ച് ആയിരിക്കണം. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിന് താഴെ 2,300 താഴെ കിട്ടാവുന്നതിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു വെബ് ക്യാമറയാണ് ലോജിടെക്കിൻ്റെ ഈ ഒരു വെബ് ക്യാം. ഒരു വെബ് ക്യാം യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം, കുറേ സ്ട്രീം ചെയ്യുന്ന കുറേ ആൾക്കാരെ അറിയാം, അതുപോലെ ഡേ ടു ഡേ ലൈഫ് ക്ലാസ് മീറ്റിംഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരെ അറിയാം. ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ട് സജസ്റ്റ് ചെയ്ത്, ഇത് ഇറങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ഇപ്പോഴും ഇതിനെ പൊട്ടിക്കാൻ വേറൊരു കമ്പനിക്കും പറ്റിയിട്ടില്ല. MAയുടെ ഒക്കെ ഉണ്ട് സാധനങ്ങൾ മാർക്കറ്റിൽ, MAയുടെ ഒക്കെ എനിക്ക് തോന്നുന്നു അത്രയും ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ലോജിടെക്കിൻ്റെ അടുത്ത സെക്ഷൻ പോകുന്ന നേരെ 10,000 രൂപയുടെ വെബ് ക്യാമറയിലോട്ടാണ് ഈ വലിയ സ്ട്രീമേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബഡ്ജറ്റ് കിങ് മാൻ, ബഡ്ജറ്റ് കിങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വെബ് ക്യാമിൻ്റെ ക്വാളിറ്റി, ഇതെങ്ങനെ കണക്ട് ചെയ്യാം, ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ലോ ലൈറ്റ് പെർഫോമൻസ് വെബ് ക്യാമും കൂടാണ് കേട്ടോ. അതായത് ലൈറ്റ് കുറവാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം രീതിയിലുള്ള ഔട്ട്പുട്ട് ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഹിഡൻ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിടെക്കിൻ്റെ നമ്മുടെ വെബ് ക്യാം. ഇത് ആക്ച്വലി ഞാൻ ഈ സ്ട്രീമിങ്ങിന് വേണ്ടി മേടിച്ചതാണ്. ഞാൻ സ്ട്രീം ചെയ്യുന്നുണ്ട്. എൻ്റെ ഗെയിമിംഗ് ചാനൽ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്ത് സ്ട്രീമിങ്ങിന് വേണ്ടിയാണ്. ഇതൊരു HD വെബ് ക്യാം ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. 720 30 FPS ആണ് ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് സൈഡിൽ നോക്കുവാണെങ്കിൽ USB Type A എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് Type A ആണ് നമ്മുടെ പവർ ഔട്ട്ലെറ്റ് വരുന്നത്. അതുപോലെ HD വെബ് ക്യാം ദാറ്റ് ഗോസ് ബിയോണ്ട് ബിൽഡിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ഇൻബിൽട്ട് ബൈക്കുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും അല്ല, ഇത് ജസ്റ്റ് ഇതിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയേക്കാം. ഞാൻ ഓൾറെഡി ഇത് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പൊട്ടിച്ച് വെച്ചേക്കുവാണ്. എന്നാലും ഒരു ഫോർമാലിറ്റി നമ്മൾ പൊട്ടിക്കണമല്ലോ ഇത്. ഓക്കെ, ശരിക്കും ഇങ്ങനെയൊന്നും അല്ല. ഇതിൻ്റെ അകത്ത് വേറെ പാക്കിംഗ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വേറെ നല്ല സേഫ് പാക്കിങ്ങോടെയാണ് വന്നത്. ഞാൻ ആ പാക്കിംഗ് ഒന്നും നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നില്ല. എനിവേ, ഇതാണ് നമ്മുടെ വെബ് ക്യാമറ. കാണുമ്പോൾ ഒരു പഴയ ഡിസൈൻ ആണെങ്കിൽ പോലും ഇത് നൽകുന്ന ഒരു ക്വാളിറ്റി ഇറ്റ്സ് അമേസിംഗ് ആണ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ക്വാളിറ്റിയാണ്. ഇതിനകത്ത് നമുക്ക് ഇൻബിൽട്ട് മൈക്ക് കിട്ടുന്നുണ്ട്. നോയിസ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈക്രോഫോൺ കൂടാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും. ഇനി സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് പീൽ ചെയ്തോട്ടെ. ഓക്കെ, ഇവിടുത്തെ സ്റ്റിക്കേഴ്സ് ഇളക്കണ്ട, പൊടി കയറും, വേണ്ട. ഇതാണ് നമ്മുടെ മൗണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ഡിഗ്രിയിൽ പല ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൗണ്ടാണ്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മുകളിലൊക്കെ നമുക്ക് നല്ലപോലെ വെക്കാൻ പറ്റിയ നല്ലൊരു മൗണ്ടായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ കേബിളിലോട്ട് നമുക്ക് വരാം. കേബിളിൽ നല്ല ക്വാളിറ്റി ഉള്ള കേബിളാണ് കേട്ടോ. നമുക്ക് തൊടുമ്പോൾ അറിയാമല്ലോ, നല്ല ക്വാളിറ്റി നമുക്ക് ഈ കേബിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ്ട് ഇത്രയും നീളമുണ്ട് കേബിളിന് നല്ല നീളമുണ്ട്. കേബിളിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ കേബിളിൻ്റെ പവർ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് USB A ആണ്. നല്ല ക്വാളിറ്റി USB തന്നെയാണ്. പെട്ടെന്ന് അങ്ങനെ ഒന്നും പോകത്തില്ല. ഇവിടെ ഒരു ബാഡ്ജിങ് കാര്യം, ഇവിടെ ഒരു പവറിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. ഇതാണ് ഈ ലാപ്ടോപ്പ്. ഇവിടെയാണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമറ ഉള്ളത്. സോ ഈ ഒരു വെബ് ക്യാമറ ഞാൻ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ആ ഒരു പൊസിഷനിലോട്ട് ഞാൻ പ്ലേസ് ചെയ്യാൻ പോവാണ്. പ്ലേസ് ചെയ്തു ജസ്റ്റ് റഫ് യൂസിന് വേണ്ടിയാണ് പ്ലേസ് ചെയ്ത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം. ഞാനിനി ഇത് ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനങ്ങനെ വെബ് ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. വെബ് ക്യാമറയുടെ USB-യുടെ ഹബ്ബ് ഇവിടെ കുത്തി, അതുപോലെ വെബ് ക്യാമറ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത് അവിടെ നിന്നുള്ള എണ്ണയായിരിക്കും. ഓക്കെ, ആ ഒരു ക്യാമറ എന്നുള്ള എണ്ണയായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വെബ് ക്യാമറയിലെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ഇത്
ഇത് ഈ ഒരു റെസൊല്യൂഷൻ, ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു റെസൊല്യൂഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. ഞാനിപ്പോൾ എൻ്റെ റൂമിൽ ട്യൂബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. ക്ലാരിറ്റിയാണ്. ഞാൻ അടുത്ത് വരുന്തോറും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് ഈ ഒരു വെബ്ക്യാമിന്. ആലോചിച്ചോ, 2000 രൂപയുടെ വെബ്ക്യാമാണ്. ഈ 2000 രൂപയുടെ വെബ് ക്യാമറിനകത്ത് ഇത്രയും ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. എനിക്ക് അതാണ് ലോജിടെക്കിന് ഇഷ്ടപ്പെട്ടത്. ലോജിടെക്കിന് നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ലോജിടെക്കിന് വരുന്നത്. എനിവേ ക്ലാരിറ്റി ഓക്കെയാണ്. ലൈറ്റിങ് കാര്യങ്ങളും ഇപ്പം ഞാൻ ട്യൂബ് ഓഫ് ചെയ്ത് കാണിക്കാം. ലോ ലൈറ്റിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ലോ ലൈറ്റിൻ്റെ ക്ലാരിറ്റി. ലോ ലൈറ്റ് ലാഗും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. കേട്ടോ, സ്മൂത്ത് ആണ്, നൈസാണ്. ഞാൻ ട്യൂബ് ഇടാം. ലാഗും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നല്ല സ്മൂത്താണ്. ലോ ലൈറ്റിലുള്ള ക്ലാരിറ്റി ഉണ്ടല്ലോ, ഇറ്റ്സ് നൈസ്. കാണാൻ കുറച്ച് ഒരു ഇമ്പമുള്ള ക്ലാരിറ്റി ഒക്കെയാണ്, വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി കൂടെ നോക്കാം. മൈക്ക് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. മൈക്കിൻ്റെ ക്വാളിറ്റി നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോജിടെക്കിൻ്റെ വെബ് ക്യാമറ എന്നുള്ള മൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. എത്രമാത്രം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ക്ലാരിറ്റി ഓക്കെ ആണോ? ഞാൻ പിന്നെ അടുത്തോട്ട് വരാം. ഹലോ, അടുത്തോട്ട് വരാം. ഇതാണ് ലോജിടെക്കിൻ്റെ മൈക്ക് ക്വാളിറ്റി. കുഴപ്പമില്ലെന്ന് മേ ബി അറിയാമായിരിക്കും, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ കേൾക്കാൻ പറ്റത്തുള്ളൂ. എനിവേ നിങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്ന്. ക്ലാരിറ്റിയെ പറ്റി പറയാനുള്ള ഇത്രയൊക്കെ ഉള്ളൂ. നൈസ് ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റി അമേസിങ് ആണ്, ഒരു രക്ഷയില്ല. അതുപോലെ ലുക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി പഴയ ലുക്ക്. പക്ഷേ നമുക്ക് ലുക്കിലല്ലല്ലോ കാര്യം, നമുക്ക് വർക്കിലാണ് കാര്യം. എന്നാലും വെബ് ക്യാമറ അല്ലേ, സൈഡിൽ നമുക്ക് വെക്കാം. ഞാൻ മിക്കവാറും ഈ വെബ് ക്യാമറ ട്രൈപോഡിലായിരിക്കും പ്ലേസ് ചെയ്യുക, ബിക്കോസ് സ്ട്രീമിങ്ങിന് വേണ്ടിയുള്ള യൂസ് അല്ലേ. സോ അങ്ങനെ ആയിരിക്കും പ്ലേസ് ചെയ്യുക. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഇതൊരു ബഡ്ജറ്റിൽ ഇതൊരു വെർത്ത് ഇറ്റ് തന്നെയാണ്, ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയുള്ള ഈ ഒരു വെബ്ക്യാം. എനിവേ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക, എന്നാലും എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിൻ ചാനലും ഗെയിമിംഗ് ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ നേരത്തെ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയിക്കാം. അപ്പോൾ ഇത് നല്ലൊരു കിടക്കാഴ്ച യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുമുട്ടുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ടെക്കി സൈനിങ് ഓഫ്.